Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് സെന്റൻസിനെ കോംപ്ലക്സിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ, അതായത് സെന്റൻസിനെ മാറ്റുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കോമ്പൗണ്ട് സെന്റൻസിനെ നമ്മൾ കോംപ്ലക്സിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ നോക്കൂ, അതിന്റെ ഭാഗമായി നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കോമ്പൗണ്ട് സെന്റൻസും കോംപ്ലക്സ് സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കൂ, ഡിഫറൻസ് നോക്കാം. എ കോമ്പൗണ്ട് സെന്റൻസ് ഹാസ് 2 or more മെയിൻ ക്ലോസസ്. അതായത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയണം, ഒരു കോമ്പൗണ്ട് സെന്റൻസിൽ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസുകൾ ഉണ്ടാവും. 2 or more മെയിൻ ക്ലോസസ്, അതാണ് കോമ്പൗണ്ടിന്റെ പ്രത്യേകത. ഇനി എ കോംപ്ലക്സ് സെന്റൻസ് ഹാസ് എ മെയിൻ ക്ലോസ് ആൻഡ് 1 or more സബോർഡിനേറ്റ് ക്ലോസ്. ഇനി ഒരു കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് 2 മെയിൻ ക്ലോസ്, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ക്ലോസേ പാടുള്ളൂ, പിന്നെ ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. ഇനി കോമ്പൗണ്ടിന്റെ കോംപ്ലക്സിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ when a compound sentence is changed into complex sentence, നമ്മൾ എന്താ ചെയ്യുന്നത്? one of the main clauses is changed into a subordinate clause. കോമ്പൗണ്ടിൽ ഉണ്ടാകുന്ന മെയിൻ ക്ലോസസിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? സബോർഡിനേറ്റ് ക്ലോസ് ആക്കി മാറ്റുക. അപ്പൊ അത് കോംപ്ലക്സ് സെന്റൻസ് ആവും. കാരണം കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 2 മെയിൻ ക്ലോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ക്ലോസസ്. മെയിൻ ക്ലോസസിലെ ഒന്നിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം ടു എ സബോർഡിനേറ്റ് ക്ലോസ്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ലൈക്ക് ദാറ്റ്, ദോ, ഇഫ്, വെൻ, വിച്ച്, ഹു, ആഫ്റ്റർ, ബിഫോർ, സോ, ദാറ്റ്, unless, whether, etc. are used to connect the clauses. അപ്പോൾ നമുക്കറിയാം, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഒരു മെയിൻ ക്ലോസും ഉണ്ടാവും. ഇവയെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടി സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ടുള്ള ദാറ്റ്, ദോ, ഇഫ്, വെൻ, വിച്ച്, ഹു, ആഫ്റ്റർ, ബിഫോർ, സോ, ദാറ്റ്, അൺലെസ്, വെദർ, എക്സെട്ര ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കണം. അതായത് നമ്മുടെ ചോദ്യത്തിലുള്ള കോമ്പൗണ്ട് സെന്റൻസ് ഇല്ലേ, ആ കോമ്പൗണ്ട് സെന്റൻസിലും കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്റ്റീവ് വേർഡ് ഉണ്ടായിരിക്കും. അത് കോർഡിനേറ്റീവ് ആയിരിക്കും, അതായത് ഓർ, ബട്ട്, ആൻഡ് പോലുള്ളത്. അപ്പൊ അതാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യണത്? മാറ്റുന്നത്. അത് മാറ്റാം. എന്നിട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൊടുക്കണം. ഇനി ആ സബോർഡിനേറ്റിംഗ് കൺജങ്ഷന് ചിലപ്പോൾ ചില സെന്റൻസിൽ തുടക്കത്തിൽ വരും. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ ചിലപ്പോൾ വെന്ന് അല്ലെങ്കിൽ ദോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ചിലത് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ 2 ക്ലോസിന്റെയും ഇടയിൽ കോമ കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് നോക്കൂ, എക്സാമ്പിൾ നോക്കാം. ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ റൈറ്റർ ആൻഡ് ഹി ബിലോങ്സ് ടു ദ എലിസബത്തൻ ഇറ. 2 സെന്റൻസ് ഉണ്ട്. ഒന്ന്, ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ റൈറ്റർ, ഒരു മെയിൻ ക്ലോസ്. രണ്ടാമത്തേത്, ഹി ബിലോങ്സ് ടു എലിസബത്തൻ എറ, എലിസബത്തൻ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ 2 മെയിൻ ക്ലോസുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് ആണ് ഉപയോഗിച്ചത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അല്ലെങ്കിൽ കണക്റ്റിംഗ് വേർഡ് ആൻഡ് ഉപയോഗിച്ചു. ഇനി ഇവിടെ 2 മെയിൻ ക്ലോസിൽ ഒന്ന് സബോർഡിനേറ്റ് ആക്കണം, ഒരു മെയിൻ ക്ലോസ് മതി. ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ റൈറ്റർ ഹൂ ബിലോങ്സ് ടു ദി എലിസബത്തൻ എറ. ഇവിടെ നമ്മൾ ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ റൈറ്റർ പിന്നെ ആൻഡ് കൊടുത്തിട്ട് ഹി കൊടുക്കുക ചെയ്തത്. നമ്മൾ ആൻഡും ഹി എന്നുള്ളത് ഒഴിവാക്കി. ഇനി ഇവിടെ ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ റൈറ്റർ, ഇവിടുത്തെ നൗൺ എന്ന് പറയുന്നത് ഷേക്സ്പിയർ ആണ്. അപ്പൊ നമ്മൾ ഈ സെന്റൻസിനെ ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്? ഒരു
ക്ലോസ് ആക്കി മാറ്റാണ്, സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്തത്, നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. അതായത് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ അവിടെ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കിയിട്ടാണ് മാറ്റിയത്, മുൻപ് പഠിച്ചിട്ടുണ്ട്. അതായത് ഷേക്സ്പിയർ ഈസ് എ വെൽ നോൺ റൈറ്റർ ഹൂ ബിലോങ്സ്. ഇവിടെ ഹൂ എന്നുള്ളതിന്റെ അർത്ഥം ആര് എന്നല്ല, അദ്ദേഹം എന്ന. ദാറ്റ് ഈസ് എ റിലേറ്റീവ് പ്രോനൗൺ. എന്താണ്? ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണത്. അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് ഹൂ, അദ്ദേഹം, ബിലോങ്സ് ടു എലിസബത്തൻ എറ. കാര്യം മനസ്സിലായല്ലോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹി സ്റ്റഡീഡ് വെൽ ബട്ട് ഹി ഡിഡ് നോട്ട് പാസ് ദ എക്സാമിനേഷൻ. ഇവിടെ കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. നന്നായിട്ട് പഠിച്ചു പക്ഷേ പരീക്ഷ വിജയിച്ചില്ല. അല്ലേ? നന്നായിട്ട് ചെയ്തു, പഠിച്ചു പക്ഷേ വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് വരുന്ന കേസിൽ നമ്മൾ കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ദോ എന്നുള്ളതോ ഈവൻ ദോ എന്നുള്ളതോ ഉപയോഗിക്കാം. ദോ മീൻസ് എന്നിരുന്നാലും, എങ്കിലും. അതന്നെയാണ് ഈവൻ ദോ, എന്നിരുന്നാലും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കാം സെന്റൻസിന്റെ തുടക്കത്തിൽ, ഒന്നാമത്തെ സെന്റൻസിന്റെ തുടക്കത്തിൽ. ഇത് ഉപയോഗിക്കുമ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് മാറും. ഇനി നമ്മൾ ആ ആൻഡ് ഒഴിവാക്കും ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. സോറി, ഇവിടെ ബട്ട് നോക്കൂ. ഈവൻ ദോ ഹി സ്റ്റഡീഡ് വെൽ ഹി ഡിഡ് നോട്ട് പാസ് ദ എക്സാമിനേഷൻ. ഈവൻ ദോ ഹി സ്റ്റഡീഡ് വെൽ, അവൻ നന്നായിട്ട് പഠിച്ചുവെങ്കിലും എന്ത് ചെയ്തില്ല? ഹി ഡിഡ് നോട്ട് പാസ് ദ എക്സാമിനേഷൻ. അടുത്ത എക്സാമ്പിൾ, യു ഷുഡ് ടെൽ ദ ട്രൂത്ത് അതർവൈസ് യു വിൽ ബി അറസ്റ്റഡ്. താൻ സത്യം പറയണം, അല്ലെങ്കിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടും. ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ട്. ഒന്ന്, യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. അടുത്തത്, യു വിൽ ബി അറസ്റ്റഡ്. ഇവിടെ വന്നിരിക്കുന്നത് അതർവൈസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ. അപ്പൊ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ പറയേണ്ടത് നോക്കാം. ഇത്തരം സെന്റൻസ് വരുമ്പോൾ ഒന്നാമത്തെ സെന്റൻസ് അതേപോലെ തന്നെ കൊടുക്കുകയാണ്. യു ഷുഡ് ടെൽ ദ ട്രൂത്ത്. യു ഷുഡ് ടെൽ ദ ട്രൂത്ത് സോ ദാറ്റ്, താൻ സത്യം പറയേണ്ടതുണ്ട്. അങ്ങനെ പറയുന്നത് കൊണ്ട് സോ ദാറ്റ് യു വിൽ നോട്ട് ബി അറസ്റ്റഡ്, താൻ അറസ്റ്റ് ചെയ്യപ്പെടില്ല. സെന്റൻസ് മാറിയ ശ്രദ്ധിക്കട്ടോ. അതർവൈസ് വരുന്ന സെന്റൻസ് അവിടെ സോ ദാറ്റ് കൊടുത്തിട്ട് രണ്ടാമത്തെ ഭാഗത്ത് എന്താണ്? യു വിൽ ബി അറസ്റ്റഡ്. അത് നെഗറ്റീവ് ആക്കി മാറ്റി, യു വിൽ നോട്ട് ബി അറസ്റ്റഡ്. ഇനി when the driver saw the red signal, നോക്കൂ അടുത്തത്, the driver saw the red signal and he stopped the vehicle. ഡ്രൈവർ റെഡ് സിഗ്നൽ കണ്ടു, ഡ്രൈവർ വെഹിക്കിൾ നിർത്തി. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആക്കണം. അപ്പൊ നമ്മൾ ഒന്നാമത്തെ സെന്റൻസ് വെന്ന് കൊടുക്കാം. വെൻ ദ ഡ്രൈവർ സോ ദ റെഡ് സിഗ്നൽ, ഡ്രൈവർ റെഡ് സിഗ്നൽ കണ്ടപ്പോൾ, സബോർഡിനേറ്റ് ക്ലോസ് അവിടെ നിർത്താൻ പറ്റില്ലല്ലോ, ബാക്കി കൂടി പറയണം. എന്ത് ചെയ്തു? ഹി സ്റ്റോപ്ഡ് ദ വെഹിക്കിൾ, വെഹിക്കിൾ നിർത്തി. അവ ഇത്തരത്തിലുള്ള കണ്ടോ, സിഗ്നൽ കണ്ടു, ഡ്രൈവർ നിർത്തി. അത് ആ സമയത്തെയാണ് കാണിക്കുന്നത്. എപ്പോഴാണ് നിർത്തിയത്? കണ്ടപ്പോൾ. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? വെന്ന് കൊടുത്തത്. വെൻ ദ ഡ്രൈവർ സോ ദ റെഡ് സിഗ്നൽ, ഡ്രൈവർ റെഡ് സിഗ്നൽ കണ്ടപ്പോൾ. അടുത്ത എക്സാമ്പിൾ, എയ്ഡ്സ് ഈസ് എ ഫാറ്റൽ ഡിസീസ് ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന മാരകമായ രോഗമാണ് എയ്ഡ്സ്. ഇവിടെ നമുക്കറിയാം രണ്ടാമത്തെ സെന്റൻസിലും ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് ആവർത്തിച്ചിട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് മുറിച്ച് ഒഴിവാക്കിയിട്ട് റിലേറ്റീവ് പ്രോനൗൺ കൊടുക്കാം. സബ്ജക്റ്റ് എന്താ? എയ്ഡ്സ്. അതൊരു രോഗത്തിന്റെ പേരാണ്, ജീവനുള്ള വസ്തുവല്ല, അല്ലെ, മനുഷ്യനൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വിച്ചാണ് കൊടുക്കേണ്ടത്, ഹൂ എന്നുള്ളതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നോക്കൂ, എയ്ഡ്സ് ഈസ് എ ഫാറ്റൽ ഡിസീസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ. വിച്ച് എന്ന് പറഞ്ഞാൽ ആ രോഗം, ഏത് എന്നല്ല, റിലേറ്റീവ് പ്രോനൗൺ. ശ്രദ്ധിക്കട്ടോ. അതായത് ഇത്തരത്തിലുള്ള വസ്തുക്കള് ജീവനില്ലാത്തവയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഒക്കെയാണ് കൊടുക്കുക കേട്ടോ. മനുഷ്യനാണെങ്കിലോ ഹൂ എന്നുള്ളത്. ഇനി ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫിലിം yet he won the best actor award for that film. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്.
എന്നിരുന്നാലും അദ്ദേഹത്തിന് ആ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് അദ്ദേഹം നേടി. അല്ലെ, എന്നിട്ടും എറ്റിനർത്ഥം എന്നിട്ടും എന്ന. അപ്പൊ എറ്റിനു പകരം എന്നിട്ടും, ആദ്യത്തെ സിനിമയായിട്ടും. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ദോ കൊടുക്കുക ചെയ്യേണ്ടത്, എന്നിട്ടും എന്നുള്ളതിന്. ദോ ഇറ്റ് വാസ് ഹിസ് ബെസ്റ്റ്, സോ ദോ ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫിലിം, അത് ആദ്യ സിനിമയായിരുന്നിട്ടും. ദോ ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫിലിം, അത് ആദ്യ സിനിമ ആയിരുന്നിട്ടും അദ്ദേഹം എന്തു ചെയ്തു? ഹി വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഫോർ ദാറ്റ് ഫിലിം, ആ സിനിമയ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് നേടി. നോക്കൂ, അടുത്തത് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് സെന്റൻസ് ടു കോമ്പൗണ്ടാ. ഇനി കോംപ്ലക്സിനെ കോമ്പൗണ്ടിക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. കോംപ്ലക്സിനെ കോമ്പൗണ്ടിക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ചെയ്തതിന്റെ വിപരീതം. അതായത് കോംപ്ലക്സിനെ കോമ്പൗണ്ടിക്ക് നോക്കൂ. ഈ കോംപ്ലക്സ് സെന്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു കോമ്പൗണ്ട്. ഒരു കോംപ്ലക്സിനെ കോമ്പൗണ്ടിലേക്ക് മാറ്റാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ബൈ മോഡിഫൈയിങ് ദ സബോർഡിനേറ്റ് ക്ലോസ് ഇൻ ടു മെയിൻ ക്ലോസ്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതില് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റും. നമ്മൾ കോമ്പൗണ്ടിക്ക് മാറ്റണമെങ്കിൽ അതിലുള്ള ആ ഒരു സബോർഡിനേറ്റിനെ കൂടി മെയിൻ ക്ലോസ്ക്ക് മാറ്റണം. അങ്ങനെ രണ്ട് മെയിൻ ക്ലോസ് വേണം. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റുമാണ് ഉണ്ടാവുക. പക്ഷെ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് രണ്ട് മെയിൻ ക്ലോസ് കിട്ടണം. രണ്ട് മെയിൻ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആൾറെഡി കോംപ്ലക്സിൽ ഉണ്ടാവും ഒരു മെയിൻ ക്ലോസ്, പക്ഷേ പോരാ, ഒന്നും കൂടി വേണം. അപ്പൊ നമ്മൾ ആ സബോർഡിനേറ്റിനെ കൂടി എന്താക്കി മാറ്റുക? മെയിൻ ക്ലോസ് ആക്കിയിട്ട് മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ, ഹി റാൻ അവേ ലെസ്റ്റ് ഹി ഷുഡ് ബി സീൻ. അവൻ ഓടിപ്പോയി, അല്ലെങ്കിൽ ലെസ്റ്റ്, അല്ലെങ്കിൽ ഹി ഷുഡ് ബി സീൻ, അവനെ കാണപ്പെടുമായിരുന്നു. കാരണം അവൻ ഓടിപ്പോയി, അല്ലെങ്കിൽ അവനെ കാണുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ലെസ്റ്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക. കോംപ്ലക്സ് സെന്റൻസിന്റെ ഇതാണ് കേട്ടോ ലെസ്റ്റ്. നമ്മൾ കുറെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പറഞ്ഞിട്ടില്ലേ? അതായത് ദാറ്റും മെന്നും അതുപോലെ തന്നെ ബിക്കോസ് ഒക്കെ. അതുപോലെ ലെസ്റ്റ് ഓർത്തു വെക്കുക, കോംപ്ലക്സ് ആണ് ലെസ്റ്റ്. എങ്ങനെ മാറ്റി നോക്കൂ? ലെസ്റ്റ് വന്നപ്പോ ശ്രദ്ധിക്കുക, ലെസ്റ്റിന് പകരം കൊടുക്കേണ്ടത് കോമ്പൗണ്ടിൽ ഓർ എന്നുള്ളതാണ്. നോക്കുക, ഹി റാൻ അവേ, അവൻ ഓടിപ്പോയി, ഓർ അല്ലെങ്കിൽ ഹി വുഡ് ബി സീൻ, അവനെ കാണപ്പെടുമായിരുന്നു. ഇവിടെ ഷുഡ് എന്താക്കി? വുഡാക്കി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി എന്നുള്ള തേർഡ് പേഴ്സണിന്റെ കൂടെ ഷുഡിനേക്കാൾ വുഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അവ സെന്റൻസ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, ഷുഡ് വുഡാക്കണം കേട്ടോ. ലെസ്റ്റ് എന്തായി? ഓറായി. ലെസ്റ്റ് വന്നുകൊണ്ടാണ് ആ സെന്റൻസിൽ അവിടെ ഷുഡ് വന്നത് കേട്ടോ. അപ്പൊ അതെന്ത് ചെയ്യുക? ലെസ്റ്റ് ഓറും വുഡ് ഷുഡും പേഴ്സൺ തേർഡ് പേഴ്സൺ ആവും കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ഓറ് ആക്കണം, ലെസ്റ്റ് ഓറാക്കണം കണ്ടോ. സെന്റൻസിന് അർത്ഥം സെയിം തന്നെയാണ്. ഹി റാൻ അവേ ലെസ്റ്റ്, അല്ലെങ്കിൽ അല്ലേ, ഹി റാൻ അവേ ലെസ്റ്റ് ഹി ഷുഡ് ബി സീൻ. അതന്നെ, ഹി റാൻ അവേ ഓർ ഹി വുഡ് ബി സീൻ. അടുത്തത് ദോ ഹി വിഷ് ടു ബിക്കം എ ഡയറക്ടർ. ഒരു ഡയറക്ടർ ആവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഹി ഡിഡ് നോട്ട് ജോയിൻ എനി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ നമുക്കറിയാം ദോ എന്നുള്ളത് സബോർഡിനേറ്റിംഗ് ആണ്. ദോ ഒന്ന് ഓർത്താൽ മതി. ദോ മാറ്റിയിട്ട്, ദോ എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആണ്. ദോ എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാസ്റ്റ് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദോ ഒഴിവാക്കുക. ദോ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ എന്തായി? രണ്ട് മെയിൻ ക്ലോസ് കിട്ടി. ഏതൊക്കെയാ രണ്ട് മെയിൻ ക്ലോസ്? ഒന്ന്, ഹി വിഷ്ഡ് ടു ബിക്കം എ ഡയറക്ടർ. രണ്ടാമത്തേത്, ഹി ഡിഡ് നോട്ട് ജോയിൻ എനി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി രണ്ടിനും തമ്മിൽ ചേർക്കാൻ രണ്ട് സെന്റൻസുകൾ കോൺട്രാസ്റ്റ് ആണ്. സോ ബട്ട് ഉപയോഗിക്കാം. എന്തുപയോഗിക്കാം? ബട്ട്. സെന്റൻസ് നോക്കൂ, he wished to become a director but he did not join any film institute.
അടുത്തത് as soon as he finished his work he went to the post office. അയാളുടെ ജോലി കഴിഞ്ഞ ഉടനെ, അയാൾ ജോലി ഫിനിഷ് ചെയ്ത ഉടനെ, as soon as ഉടനെ, immediately പെട്ടെന്ന്, കഴിഞ്ഞ ഉടനെ, ഫിനിഷ് ചെയ്ത ഉടനെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അപ്പൊ ഇത് കോമ്പൗണ്ടിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവന്റെ ജോലി തീർത്തു, അവൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. എങ്ങനെ പറയാ? he finished his work. രണ്ടാമത്തേത് he went to the post office. ഇത് രണ്ടും ഒരേപോലെ വരുന്നതാണ്, കോൺട്രാസ്റ്റ് ഒന്നും അല്ല. അവ ആൻഡ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. he finished his work and went to the post office. ഇനി അടുത്തത് although it is raining, although it is raining you must leave now. മഴ പെയ്യുന്നുണ്ടെങ്കിലും നീ ഇപ്പൊ തന്നെ പോണം. മഴ പെയ്യുന്നുണ്ടെങ്കിലും കോൺട്രാസ്റ്റ് ആണ്. അപ്പോ നമ്മൾ എങ്ങനെ പറയാ? ഒന്ന് മഴ പെയ്യുന്നു, മറ്റൊന്ന് നീ ഇപ്പൊ തന്നെ പോണം. രണ്ട് സെന്റൻസുകളെയും കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് ബട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ദോ എന്നുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ റിമൂവ് ചെയ്യാം. അപ്പൊ ആൻസർ എന്താ വരിക? ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് യു മസ്റ്റ് ലീവ് നൗ. അടുത്ത എക്സാമ്പിൾ, ദിസ് ഈസ് ദ ഷോപ്പ് വിച്ച് സെൽസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെൽ ചെയ്യുന്ന ഷോപ്പ് ഇതാണ്. ദിസ് ഈസ് ദ ഷോപ്പ് വിച്ച്, അല്ലെ? നമുക്കറിയാം ആ വിച്ചാണ് ഇതിനെ എന്താക്കി മാറ്റിയത്? സബോർഡിനേറ്റിംഗ് ആക്കി മാറ്റിയത്, ആ വിച്ച്, അല്ലെ? കാരണം അതവിടെ കൊടുത്തിട്ട് എന്താക്കി? അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആക്കി മാറ്റി സബോർഡിനേറ്റീവ് ആക്കി. അതിനെ ഒഴിവാക്കണം. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന രീതി നോക്കൂ. ദിസ് ഷോപ്പ്, ദിസ് ഈസ് ദ ഷോപ്പ് മാറ്റിയിട്ട് ദിസ് ഷോപ്പ് സെൽസ് ഫ്രൂട്ട്സ് ആസ് വെൽ ആസ് വെജിറ്റബിൾസ്. ഇവിടെ ആസ് വെൽ ആസ് ആണ് ഉപയോഗിച്ചത്. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഈ ഷോപ്പിൽ സെല് ചെയ്യുന്നു. ഇനി അടുത്തത് ദോ ഹി ഈസ് ഇംപൊളൈറ്റ് വി അഡ്മയർ ഹിം ഫോർ ഹിസ് കറേജ്. അയാൾ ഇംപൊളൈറ്റ് ആണെങ്കിലും അയാളുടെ ധൈര്യത്തെ ഞങ്ങൾ അഡ്മയർ ചെയ്യുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഇംപൊളൈറ്റ് ആണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്റൻസ് എന്താണ്? കോൺട്രാസ്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ബട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എറ്റ്. കോൺട്രാസ്റ്റ് തന്നെയാണ് എറ്റ് കൊടുക്കുന്നത്. ഇവിടെ എറ്റാണ് ഉപയോഗിച്ചത് കേട്ടോ. എക്സാമ്പിൾ നോക്കൂ. ഹി ഈസ് ഇംപൊളൈറ്റ്, അയാൾ ഇംപൊളൈറ്റ് ആണ്. എറ്റ് എന്നാലും വി അഡ്മയർ ഹിം ഫോർ ഹിസ് കറേജ്. ഇനി നമ്മൾ കിടക്കുന്നത് ട്രാൻസ്ഫോർമേഷന്റെ മറ്റൊരു സെന്റൻസ് ടൈപ്പിലേക്കാണ്. ഇതുവരെ നമ്മൾ സെന്റൻസിന്റെ ക്ലോസിനനുസരിച്ചിട്ടുള്ള അതിന്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. ഇനി നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. അതായത് അഡ്ജക്റ്റീവിന്റെ, സെന്റൻസിൽ വരുന്ന അഡ്ജക്റ്റീവിന്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഏതൊക്കെയാ? പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ഇത് ഡിഗ്രികൾ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കൂ. എ ഡിഗ്രി ഓഫ് എ സെന്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ്. നമുക്കൊരു സെന്റൻസിന്റെ ഡിഗ്രി ചേഞ്ച് ചെയ്യാൻ പറ്റും വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. ആ സെന്റൻസിന്റെ അർത്ഥം മാറാതെ. അപ്പൊ സെന്റൻസിന്റെ അർത്ഥം മാറാതെ നമുക്കതിന്റെ ഡിഗ്രി ചേഞ്ച് ചെയ്യാം. സെന്റൻസിന്റെ മീനിങ് മാറാതെ പോസിറ്റീവിനെ കമ്പാരിറ്റീവിലേക്കും കമ്പാരിറ്റീവിനെ സൂപ്പർലേറ്റീവിലേക്കും നമുക്ക് മാറ്റാം. എങ്ങനെ? വിതൗട്ട് ചേഞ്ച് ഇറ്റ്സ് മീനിങ്. അതിന്റെ മീനിങ് മാറാതെ, അല്ലേ? നോക്കൂ, മീനിങ് മാറ്റാതെ നമുക്ക് സെന്റൻസിനെ ചേഞ്ച് ചെയ്യാം. എക്സാമ്പിൾ നോക്കൂ. ഗോവ ഈസ് ദ സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇത് ഏതാ ഡിഗ്രി? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഗോവ ഈസ് ദ സ്മാളസ്റ്റ്, ദാറ്റ് ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. അഡ്ജക്റ്റീവിന്റെ സൂപ്പർലേറ്റീവ് ഫോമാണ് ഇത്, സ്മാളസ്റ്റ്. ഇതിന്റെ പോസിറ്റീവ് സ്മാൾ ആണ്. അതിന്റെ കൂടെ ER ചേർത്താൽ കമ്പാരിറ്റീവ് ആയി സ്മാളർ. ഇതിന്റെ കൂടെ ദാനും കൂടി ചേർക്കണം ഉപയോഗിക്കുമ്പോൾ, സ്മാളർ ദാൻ. ഇതിന്റെ സൂപ്പർലേറ്റീവ് ആണ് EST ചേർത്ത സ്മാളസ്റ്റ്. ഇതിന്റെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർക്കണം. ദ സ്മാളസ്റ്റ്, ഏറ്റവും ചെറുത്. ഗോവ ഈസ് ദ സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. നോക്കൂ, ഇതിനെ നമ്മൾ കമ്പാരിറ്റീവിലേക്ക് മാറ്റാണ്. നേരെ ശ്രദ്ധിക്കട്ടോ. ഗോവ ഈസ് സ്മാളർ, ഞാൻ പറഞ്ഞു സ്മാളർ.
ദാൻ ചേർക്കണം. ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. എനി അതർ നിർബന്ധമാണ്. കാരണം എന്താ, മറ്റ് ഏതൊരു സ്റ്റേറ്റിനേക്കാളും. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതിൽ ഗോവയും പെടും കേട്ടോ. ഗോവ ഈസ് സ്മാളർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇനി മറ്റൊരു രീതി നോക്കൂ. ഗോവ ഈസ് സ്മാളർ ദാൻ മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ്. ഇന്ത്യയിലെ അധിക മറ്റു സ്റ്റേറ്റുകളെക്കാളും. ഇനി അതർ എന്ന് പറയുമ്പോൾ മറ്റു ഒരു സ്റ്റേറ്റിനേക്കാളും, മറ്റ് ഏത് ഒരു സ്റ്റേറ്റ്. ഇത് മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ്, അവിടെ പ്ലൂരലാണ്, മറ്റു മിക്ക സ്റ്റേറ്റുകളെക്കാളും കേട്ടോ. അപ്പൊ കമ്പാരിറ്റീവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനി അതർ സ്റ്റേറ്റ് എന്നും പറയാം, മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് എന്നും പറയാം. മോസ്റ്റ് അതർ ആവുമ്പോൾ ബഹുവചനം ഉപയോഗിക്കണം, സ്റ്റേറ്റ്സ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് പോസിറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് രണ്ട് രീതി പറയാൻ പറ്റും. പോസിറ്റീവ് എങ്ങനെയൊക്കെ പറയാൻ പറ്റും? മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ നോട്ട് സോ സ്മാൾ ആസ് ഗോവ. ഇന്ത്യയിലെ അധിക സ്റ്റേറ്റുകളും ഗോവയെ പോലെ സ്മാൾ അല്ല, നോട്ട് സോ. അപ്പൊ ഈ മോസ്റ്റ് അതർ വരുമ്പോ അഡ്ജക്റ്റീവിന്റെ കൂടെ നോട്ട് ചേർക്കണം. മോസ്റ്റ് അതർ ശ്രദ്ധിക്കണം. മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ നോട്ട് സോ സ്മാൾ, നോട്ട് സോ സ്മാൾ. എന്നാൽ മറ്റൊരു രീതിയാണ് വെരി ഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണ്ട? അഡ്ജക്റ്റീവിന്റെ കൂടെ ഉപയോഗിക്കണ്ട. വെരി ഫ്യൂ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ആസ് സ്മോൾ ആസ് ഗോവ. ഗോവയെ പോലെ സ്മാൾ ആയിട്ടുള്ള മറ്റു സ്റ്റേറ്റുകൾ ഇല്ല കേട്ടോ. വെരി ഫ്യൂ നെഗറ്റീവ് ആണ് ഫ്യൂ. അപ്പൊ അവിടെ തന്നെ നെഗറ്റീവ് വന്നു, പിന്നെ പുറത്ത് നെഗറ്റീവ് അഡ്ജക്റ്റീവിന്റെ കൂടെ കൊടുക്കണ്ട. ഇനി അടുത്തത് റഷ്യ. എക്സാമ്പിൾ നോക്കൂ. റഷ്യ ഈസ് ദ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഏതാ? സൂപ്പർലേറ്റീവ്. ഇനി കമ്പാരിറ്റീവ്. റഷ്യ ഈസ് ലാർജർ ദാൻ എനി അതർ കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ മറ്റു ഏതൊരു രാജ്യത്തെക്കാളും. ഇനി അതർ കൺട്രി, ഇനി ഒന്ന് മാറ്റാം. റഷ്യ ഈസ് ലാർജർ ദാൻ മോസ്റ്റ് അതർ കൺട്രീസ്. മോസ്റ്റ് അതർ കൺട്രീസ് ഇൻ ദ വേൾഡ്. പിന്നെ രണ്ട് പോസിറ്റീവുകൾ. വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദ വേൾഡ് ആർ. വെരി ഫ്യൂ countries in the world are as large as Russia. ഇനി മോസ്റ്റ് അതർ കൺട്രീസ്, തുടക്കം പോസിറ്റീവാണ്, അപ്പൊ അപ്പുറത്ത് നെഗറ്റീവ് കൊടുക്കണം. മോസ്റ്റ് അതർ കൺട്രീസ് ഇൻ ദ വേൾഡ് ആർ നോട്ട് സോ ലാർജ് ആസ് റഷ്യ. അപ്പൊ അവിടെ നോട്ട് വന്നിടത്ത് എങ്ങനെ വന്നത്? സോ ലാർജ് ആസ്. ഫസ്റ്റ് അഡ്ജക്റ്റീവിന്റെ മുന്നിൽ സോ എന്നാണ്. എന്നാൽ വെരി ഫ്യൂ വരുമ്പോഴോ ആസ് ലാർജ് ആസ്. രണ്ട് ആസ് ആണ്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഇനി ടോക്ക് ഈസ് ദി സോഫ്റ്റസ്റ്റ് മിനറൽ ഓൺ ദി എർത്ത്. സൂപ്പർലേറ്റീവ്, സോഫ്റ്റസ്റ്റ്. കമ്പാരിറ്റീവിലേക്ക് മാറ്റാം, എനി അതർ വെച്ചിട്ട്. ടോക്ക് ഈസ് സോഫ്റ്റർ ദാൻ എനി അതർ മിനറൽ ഓൺ ദ എർത്ത്. ഇനി മോസ്റ്റ് അതർ. ടോക്ക് ഈസ് സോഫ്റ്റർ ദാൻ മോസ്റ്റ് അതർ മിനറൽസ്. മോസ്റ്റ് വരുമ്പോൾ മിനറൽസ് ഓൺ ദ എർത്ത്. ഇനി പോസിറ്റീവ് പറയാം, വെരി ഫ്യൂ വെച്ചിട്ട്. വെരി ഫ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്, അഡ്ജക്റ്റീവ് പോസിറ്റീവ് ആക്കി പറയാം അല്ലേ? സോറി, അഡ്ജക്റ്റീവിന്റെ അവിടെ നോട്ട് ചേർക്കണ്ട. നോക്കൂ. വെരി ഫ്യൂ മിനറൽസ് ഓൺ എർത്ത് ആർ ആസ് സോഫ്റ്റ് ആസ് ടാൽക്. ഇനി മോസ്റ്റ് അതർ മിനറൽസ്, ഇവിടെ പോസിറ്റീവ് ആണ്, അഡ്ജക്റ്റീവ് വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യണം? നോട്ട് ചേർക്കണം. മോസ്റ്റ് അതർ മിനറൽസ് ഓൺ ദ എർത്ത് ആർ നോട്ട് സോ സോഫ്റ്റ് ആസ് ടാൽക്. ഇനി അടുത്ത എക്സാമ്പിൾ. ദ ബുർജ് ഖലീഫ ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദുബായ്. സൂപ്പർലേറ്റീവ്. ഇനി കമ്പാരിറ്റീവ്. ദ ബുർജ് ഖലീഫ ഈസ് ടോളർ ദാൻ എനി അതർ ബിൽഡിംഗ് ഇൻ ദുബായ്. ദി ബുർജ് ഖലീഫ ഈസ് ടോളർ ദാൻ മോസ്റ്റ് അതർ ബിൽഡിങ്സ്. ഉണ്ടോ? മോസ്റ്റ് കൊടുത്തപ്പോ അതർ ബിൽഡിങ്സ് ഇൻ ദുബായ്. ഇനി രണ്ട് പോസിറ്റീവുകൾ. വെരി ഫ്യൂ ബിൽഡിങ്സ് ഇൻ ദുബായ്. ഇവിടെ നെഗറ്റീവ് ആണ്, സോ
are as tall as Burj Khalifa. അടുത്തത് പോസിറ്റീവ് ആയിട്ട് മോസ്റ്റ് അതർ ബിൽഡിംഗ് ഇൻ ദുബായ് ആർ നോട്ട് സോ ടോൾ ആസ് ബുർജ് ഖലീഫ. ഇനി അടുത്ത എക്സാമ്പിൾ ദ ബ്ലൂ വെയിൽ. ദ ബ്ലൂ വെയിൽ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ അവർ പ്ലാനറ്റ്. കമ്പാരിറ്റീവ് ദ ബ്ലൂ വെയിൽ ഈസ് ബിഗ്ഗർ ദാൻ any other animal on your planet, our planet. The blue whale is bigger than most other animals on our planet. Positive. Very few animals on our planet are as big as the blue whale. Most other animals on our planet are not so big as the blue whale. അടുത്ത എക്സാമ്പിൾ ദ റെഡ് ഡയമണ്ട് ഈസ് ദ റയറസ്റ്റ് ഡയമണ്ട് ഫൗണ്ട് ഇൻ ഇന്ത്യ. ദ റെഡ് ഡയമണ്ട് ഈസ് റയറർ ദാൻ എനി അതർ ഡയമണ്ട് ഫൗണ്ട് ഇൻ ഇന്ത്യ. ദി റെഡ് ഡയമണ്ട് ഈസ് റയറർ ദാൻ മോസ്റ്റ് അതർ ഡയമണ്ട്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ. Very few diamonds found in India are as rare as red diamond. Most other diamonds found in India are not so rare as the red diamond. Positive. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മൂന്നാമത്തെ യൂണിറ്റ് ഇതോടുകൂടി നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നാലാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ നാലാമത്തെ യൂണിറ്റോട് കൂടി ഈ ഒരു ബ്ലോക്ക് തീരും. പിന്നെ നമുക്ക് എക്സാമിന് എടുക്കാനുള്ളത് നാലാമത്തെ ജസ്റ്റ് ഒറ്റ ബ്ലോക്കും കൂടിയാണുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. കണ്ട ശേഷം എന്ത് ചെയ്യുക, നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.